ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പലാസോ പാൻ്റാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു പലാസോ പാൻറ്റ് തയ്ക്കാനാണ്. പെട്ടെന്ന് തയ്ക്കാം. ഇപ്പം തുടക്കക്കാർക്കായാലും എളുപ്പത്തിൽ തന്നെ തയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ പാൻറ്റ് തയ്ക്കുന്നത്. വളരെ കുറഞ്ഞ സമയത്ത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാൻറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നോക്കാം. പലാസോ പാൻറ്റ് തയ്ക്കാനായി തുണി ഇവിടെ 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ സൈഡ് ഫോൾഡ് വശവും എതിർ സൈഡ് ഓപ്പൺ സൈഡുമാണ്. അതിനായി മുകൾ ഭാഗത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഈ വരയിൽ നിന്നാണ് നമ്മുടെ അളവുകളെല്ലാം എടുക്കുന്നത്. ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ വരയിൽ നിന്ന് താഴേക്ക് 42 ഇഞ്ച് നമുക്ക് വേണം. 40 ഇറക്കവും 2 ഇഞ്ച് അടിഭാഗം മടക്കി തയ്ക്കാനും കൂട്ടി 42 ഇഞ്ച് ഇവിടെയുണ്ട്. നമുക്കിവിടെ തുണിയുടെ ആകെ നീളം ഇപ്പം 2 ഇഞ്ച് അടയാളപ്പെടുത്തി, അത് കഴിഞ്ഞിട്ട് 42 ഉണ്ട്. എനിക്കിവിടെ 42 തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ വേറെ അടയാളപ്പെടുത്തലൊന്നും നടത്തുന്നില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് 38 40 അങ്ങനെ വല്ല അളവുമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അവിടെ അടയാളപ്പെടുത്തി നേരെ ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ച് അവിടെ വച്ചിരിക്കാം. ഇപ്പം നമുക്ക് ഫുൾ ലെങ്ത് വേണം, അതുകൊണ്ട് നമ്മളിവിടെ ഒന്നും അടയാളപ്പെടുത്തും. ഇവിടെ നമ്മൾ വണ്ണം എടുക്കാൻ പോകുന്നത് വേസ്റ്റിൻ്റെ വണ്ണമല്ല, ഹിപ്പിൻ്റെ വണ്ണമാണ്. ഹിപ്പിൻ്റെ വണ്ണം 40 ആണ്. 40ൻ്റെ 4 ഭാഗം 10. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ചേർത്ത് 12 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി ക്രോച്ച് ലെങ്താണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. നമുക്കിവിടെ ക്രോച്ച് ലെങ്ത് 40 ആണ്. 40ൻ്റെ കൂടെ 4 ഭാഗം 10. 10ൻ്റെ കൂടെ 3 ഇഞ്ച് അധികം ചേർത്ത് 13 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. 12 അടയാളപ്പെടുത്തിയതിൽ നിന്ന് ഇങ്ങോട്ട് ക്രോച്ച് ലെങ്ത് 13 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി അടയാളപ്പെടുത്താം. ഇനി ഇവിടെ അധികം കുഴിക്കേണ്ട ചെറിയൊരു കർവ് ലൈൻ കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കാം. 10 വേണമെങ്കിൽ 10, 12, 13 നമുക്ക് ആവശ്യമുള്ള എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാനിവിടെ 16 ഇഞ്ച് കൊടുക്കുകയാണ്. 10 ഇഞ്ച് തൊട്ട് അങ്ങോട്ട് കൊടുക്കാം. അടുത്തതായി നമ്മുടെ ക്രോച്ച് ലൈനിൽ നിന്ന് അടിഭാഗത്ത് അടയാളപ്പെടുത്തിയ ലൈനിലേക്ക് ഒരു കർവ് ലൈൻ വരച്ചു കൊടുക്കാം. നമുക്കിനി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പാൻറ്റ് കട്ടിങ് വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പലാസോ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.